സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. രാഹുലിനെതിരെ ശബ്ദിച്ചവർക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ അധിക്ഷേപം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. യൂത്ത് കോൺഗ്രസിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ RV സ്നേഹയെ രാഹുൽ പക്ഷം ലക്ഷ്യം വെക്കുക തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കും അധിക്ഷേപങ്ങൾ ധാരാളമാണ്. സ്ത്രീപക്ഷ നിലപാടെടുത്തവർ ഒറ്റുകാരാണ് എന്നാണ് രാഹുൽ പക്ഷത്തിന്റെ ആക്ഷേപം തന്നെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിവാദങ്ങൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയാണ് എന്നുള്ള ആക്ഷേപവുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ ചർച്ചകൾ വിലക്കി ജനറൽ സെക്രട്ടറി പുഷ്പലത ഗ്രൂപ്പ് അഡ്മിൻ പൊള്ളിയാക്കി മാറ്റുകയായിരുന്നു. എബിൻ വർക്കിക്കും സ്നേഹയ്ക്കും പിന്നാലെ VP ദുൽകിഫിലിനെതിരെയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറുമെന്നുള്ള അടിക്കുറിപ്പോടെ മുന്നിൽ നടക്കുന്ന ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം പങ്കുവച്ചായിരുന്നു ഗ്രൂപ്പിൽ ആരോപണങ്ങൾ ഉയർന്നത് തന്നെ. രാഹുൽ പദവിയിൽ തുടരരുത് എന്ന് പരസ്യമായി ആവശ്യപ്പെട്ട സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച യുവ നേതാക്കൾക്ക് നേരെ രൂക്ഷമായ അധിക്ഷേപവും ആക്രമണവുമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികളാകാം ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഒരു വിഭാഗം എടുത്തു പറയുന്നത്. ചതിയുടെ മുഖ്യ ആയുധം അവന്റെ കള്ളച്ചിരിയാണ്, തിരിച്ചറിയാൻ കഴിയാത്ത ചിരി. ആട്ടിൻ തോലിട്ടതിന് പകരം പച്ച തത്തയുടെ കുപ്പായം അണിഞ്ഞ ചെന്നായ എന്നൊക്കെയാണ് ചില ഭാരവാഹികൾ സഹഭാരവാഹികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൊളുത്തിവിട്ടവർ കൂടെ നിന്നവർ തന്നെയെന്നും ഗ്രൂപ്പിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും വടകര MP ഷാഫി പറമ്പിൽ MPക്കുമെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടും VD സതീശൻ സംരക്ഷണം നൽകിയെന്നതാണ് പ്രധാന ആരോപണം തന്നെ. പ്രശ്നങ്ങൾ വഷളാകാൻ ഇത് കാരണമായി എന്നും ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് തന്നെ. ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങളായിട്ടും രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് 3 ദിവസമായിട്ടും ഷാഫി പറമ്പിൽ പ്രതികരിക്കാത്തതിലും പാർട്ടിക്ക് പുറത്തു നിന്ന് വിമർശനം ഉയർന്നു വരികയാണ്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുമുണ്ട്. യുവ നേതാവിനെതിരെ മാധ്യമ പ്രവർത്തകയും അഭിനേതാവുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് തന്നെ. യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നുമായിരുന്നു മാധ്യമ പ്രവർത്തക പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു നേതാവിനെ പരിചയപ്പെട്ടത്. സൗഹൃദത്തിലായി കുറച്ചു നാളായപ്പോൾ തന്നെ അയാൾ തന്നോട് മോശമായി പെരുമാറി. അപ്പോൾ തന്നെ അയാളോട് രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൂ കെയർ എന്നതായിരുന്നു ആറ്റിറ്റ്യൂഡ്. ഇതേപ്പറ്റി പല നേതാക്കളോടും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്കും ഹൂ കെയർ എന്ന ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എന്നും റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ നേതാവ് എന്ന ചോദ്യത്തിന് റിനി മറുപടി നൽകിയിട്ടില്ലായിരുന്നു. ആ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മറ്റു നേതാക്കളുമായി നല്ല ബന്ധമാണോ ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ പേര് പറയുന്നില്ല എന്നുമായിരുന്നു റിനി പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ മാധ്യമ പ്രവർത്തക തുറന്നു കാട്ടിയ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള ആരോപണം ഉയർന്നു വരികയായിരുന്നു. തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നുമായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞിരുന്നത്. സംഭവം വലിയ വിവാദമായി മാറുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക തന്നെയായിരുന്നു.